അമ്പലപ്പുഴ എം.എൽ.എ. ജി സുധാകരനും CPM-ഉം തമ്മിലുള്ള പോര് രൂക്ഷമാവുകയാണ്. പാർട്ടിയുടെ സമുന്നത നേതാവും മുൻ മന്ത്രിയുമായിരുന്ന സുധാകരൻ പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചാണ് ഇത്തവണ UDF സ്വതന്ത്ര MLA ആയി മാറിയത്. ആലപ്പുഴ ജില്ല കമ്മ്യൂണിസത്തിന്റെ മണ്ണാണ്. വിപ്ലവ സ്മരണകൾ ഉറങ്ങുന്ന പുന്നപ്രയും വയലാറും ഉൾപ്പെടുന്ന ജില്ല. എന്നാൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്മരണകൾ മാത്രമാണ് CPM-ന് ബാക്കിയായത്. ആകെയുള്ള 9-ൽ 6 സീറ്റും UDF സ്വന്തമാക്കി. 2021-ലെ ഒരു സീറ്റിൽ നിന്നുമായിരുന്നു ഈ വളർച്ച. ജില്ലയിൽ CPM-നെ രാഷ്ട്രീയമായി തകർത്ത തോൽവി പക്ഷേ അമ്പലപ്പുഴയിലേതായിരുന്നു. കാരണം പാർട്ടിയോട് ഇടഞ്ഞുമാറി സുധാകരൻ മത്സരത്തിനിറങ്ങി. UDF പൂർണ്ണ പിന്തുണയും നൽകി. സിറ്റിംഗ് MLA H. സലാമായിരുന്നു CPM സ്ഥാനാർത്ഥി. പക്ഷേ 29,000-ഓളം വോട്ടുകൾക്കാണ് തങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ CPM തോറ്റത്. ആ തോൽവിയുടെ ആഘാതം CPM-നെ അടുത്തെങ്ങും വിട്ടുപോകില്ലെന്ന് ഉറപ്പ്. അന്നു മുതൽ സുധാകരനോട് CPM-ന് കലിപ്പ് തുടങ്ങിയതാണ്. വിട്ടുകൊടുക്കാൻ സുധാകരനും തയ്യാറല്ല. ജില്ലയിലെയും സംസ്ഥാന തലത്തിലെയും പ്രമുഖ CPM നേതാക്കൾക്കെതിരെ തുടർച്ചയായി സുധാകരൻ വിമർശനമുയർത്തുന്നു. ഉടനടി മറുപടിയുമായി പാർട്ടിയും എത്തും. അങ്ങനെ കൊണ്ടും കൊടുത്തും മുന്നേറുകയാണ് ഇരു കൂട്ടരും. നിയമസഭയിൽ കിട്ടുന്ന അവസരത്തിലെല്ലാം സുധാകരൻ പാർട്ടിയെ വാരി അലക്കുന്നുണ്ട്. അതും നേതാക്കളെ ചൊടിപ്പിക്കുന്ന കാര്യമാണ്. സുധാകരനെ വർഗവഞ്ചകനെന്നും മറ്റുമാണ് CPM വിശേഷിപ്പിക്കുന്നത്. അടുത്തിടെ ഇതാവർത്തിച്ച MP ഗോവിന്ദനെ തിരിച്ച് വർഗവഞ്ചകനെന്ന് വിളിച്ചായിരുന്നു സുധാകരന്റെ മറുപടി. കഴിഞ്ഞ ദിവസം ആലപ്പുഴ നീർക്കുന്നം സ്കൂളിൽ അനധികൃത മണ്ണുകടത്ത് നടക്കുന്നെന്ന വിവരത്തെ തുടർന്നെത്തിയ സുധാകരനെ അവിടെ കൂടിയ CPM പ്രവർത്തകരിൽ ഒരാൾ ചോദ്യം ചെയ്യുകയും തട്ടിക്കയറുകയും ചെയ്തു. അന്ന് തന്നെ മെഡിക്കൽ കോളേജിലെ DYFIയുടെ പൊതിച്ചോർ വിതരണത്തെ സുധാകരൻ വിമർശിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. ഈ രണ്ട് വിഷയങ്ങളും CPM ജില്ലാ നേതൃത്വത്തെ ശരിക്കും ചൊടിപ്പിച്ചു. ഇന്നലെ MLA-യുടെ ഓഫീസിലേക്ക് CPM മാർച്ച് സംഘടിപ്പിച്ചാണ് പ്രതിഷേധിച്ചത്. മാത്രവുമല്ല, ജില്ലാ സെക്രട്ടറി R. നാസർ സുധാകരനെതിരെ ഭീഷണി മുഴക്കുകയും ചെയ്തു. UDF-ന്റെയും BJP-യുടെയും ആളായി മാറി അവർക്ക് വിടുപണി ചെയ്യുകയാണ് സുധാകരൻ. എന്ത് തോന്നിവാസവും ആകാമെന്നാണോ? കഴിഞ്ഞ കുറേ നാളായി CPM നേതാക്കൾ മുഴുവൻ കുഴപ്പക്കാരാണ്. CPM നേതാക്കളെ അധിക്ഷേപിക്കുകയാണ്. സുധാകരൻ യഥാർത്ഥ വർഗവഞ്ചകൻ തന്നെയാണ്. ഇയാൾ ആരാണ് ഇങ്ങനെ പാർട്ടി സെക്രട്ടറിയെക്കുറിച്ച് മോശമായി പറയാൻ? മിണ്ടാതിരിക്കുന്നത് ദൗർബല്യമായി കാണരുത്. ഇമ്മാതിരി കാര്യം പറഞ്ഞ് നാട്ടിലൂടെ നടന്നാൽ അമ്പലപ്പുഴയുടെ പാരമ്പര്യം അറിയാമല്ലോ. അങ്ങനെ വന്നാൽ അമ്പലപ്പുഴ MLA ആണ് കുന്തമാണ് എന്നൊന്നും ആരും നോക്കില്ല. ആൾക്കാർ കയറി എന്തെങ്കിലും ചെയ്താൽ ഒന്നും പറയാനൊക്കത്തില്ല എന്നാണ് നാസറിന്റെ മുന്നറിയിപ്പ്. എന്നാൽ സുധാകരന് പൂർണ്ണ പിന്തുണയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കി രംഗത്ത് വന്നു കഴിഞ്ഞു. സുധാകരൻ ഒറ്റയ്ക്കല്ല, ജനങ്ങളും ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി സുധാകരനൊപ്പമുണ്ടെന്ന പ്രതികരണം CPM-നുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. സുധാകരനെ തടഞ്ഞാൽ ഇടത് MLA-മാർക്കും സമാനഗതി ഉണ്ടാകുമെന്ന വ്യക്തമായ സന്ദേശവും KC നൽകുന്നുണ്ട്. ഇതോടെ സുധാകരൻ CPM ഏറ്റുമുട്ടൽ കോൺഗ്രസ് CPM ഏറ്റുമുട്ടലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സുധാകരനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള നീക്കങ്ങൾ ഇനി വിലപ്പോകില്ലെന്ന് ചുരുക്കം. ആലപ്പുഴ MP-യാണ് KC വേണുഗോപാൽ. സംഘടനാ തലത്തിൽ കോൺഗ്രസ് പാർട്ടിയിലെ രണ്ടാമൻ, അടിമുടി CPM വിരുദ്ധൻ, പിണറായിയുടെ ശക്തനായ വിമർശകൻ. അപ്പോൾ CPM-നെ എതിരിടാനും അടിക്കാനും കിട്ടുന്ന അവസരങ്ങളൊന്നും KC പാഴാക്കാറില്ല. അമ്പലപ്പുഴയിലും ആലപ്പുഴ ജില്ലയിൽ ഒന്നാകെയും CPM-നെ തകർക്കുന്നതിന് സുധാകരന്റെ സാന്നിധ്യം കോൺഗ്രസിന് സഹായകരമായിരുന്നു. അത് തിരിച്ചറിഞ്ഞുള്ള കളിയാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നതും. സുധാകരനിലൂടെ CPM-നെയും അവരുടെ നേതാക്കളെയും പരമാവധി കൊത്തിവലിക്കുക എന്ന തന്ത്രമാണ് KC-യും കൂട്ടരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സുധാകരനെ ഒപ്പം കൂട്ടുന്നത് ഗുണമെന്ന പോലെ ദോഷവും ഉണ്ടാക്കുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. നാക്കിനെല്ലില്ലാത്ത രാഷ്ട്രീയ നേതാക്കളുടെ കൂട്ടത്തിലാണ് സുധാകരൻ. വായിൽ വരുന്നത് വിളിച്ചു പറയുക. അങ്ങനെ പറഞ്ഞ് പലപ്പോഴും വിവാദത്തിലായ നേതാവ് കൂടിയാണ്. കഴിഞ്ഞ ദിവസം CPM ചാനലായ കൈരളിയുടെ റിപ്പോർട്ടറെ വർഗീയവാദി എന്നാണ് സുധാകരൻ വിളിച്ചത്. അത് ഇതിനോടകം വിവാദമായി കഴിഞ്ഞിട്ടുമുണ്ട്. സുധാകരനെ പൂർണ്ണമായും ഏറ്റെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങളും കോൺഗ്രസിന്റെ അക്കൗണ്ടിലാകും കൂട്ടപ്പെടുക. അതിനും ഇനി മുതൽ പാർട്ടി മറുപടി പറയേണ്ടി വരും. ഇപ്പൊ അവർ പോയി ആശുപത്രിയിൽ അഡ്മിറ്റായി. ഇപ്പൊ MLA-യുടെ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം വെക്കുകയാണ്. അങ്ങനെ MLA-യെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ഒരു ശ്രമം നടക്കുന്നതായിട്ട് കണ്ടോ? അല്ല, അതുകൊണ്ട് MLA ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന സംഭവം സുധാകരൻ ഒറ്റക്കല്ല, ജനങ്ങളുണ്ട്. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് സുധാകരനോടൊപ്പം ഉണ്ടാവും. ഈ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം CPM നേതാവ് എന്ന നിലയിൽ CPM-ന്ന് രാജിവെച്ചിട്ടാണ് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് നിന്ന് രാജിവെച്ചവരെ എത്ര പേര് കോൺഗ്രസിനെ അപഹസിച്ചുകൊണ്ട് പോയിട്ട് CPM സ്വീകരിച്ചിട്ടുണ്ട്. CPM അവർക്ക് മാലയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നല്ല അന്ന് അവർ പറഞ്ഞത്. ഇവരിപ്പോഴും നന്നാവാൻ ഉദ്ദേശിക്കുന്നതിന്റെ തെളിവാണ് ഇത്തരം കാര്യങ്ങൾ. MLA-യെ പൊതുവേദിയിൽ വെച്ച് വിചാരണ ചെയ്യുന്നവർ ശ്രമിക്കുക. ആ കാലമാണോ ഇത്? CPM-ന്റെ അണികൾ പോലും ഇത് അംഗീകരിക്കുമോ? ആ അണികളടക്കം വോട്ട് നൽകിയിട്ടില്ല സുധാകരനെ ജയിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് നിങ്ങളുടെ നയങ്ങളുള്ള പ്രതിഷേധത്തിന്റെ പ്രതിഫലനമാണ് സുധാകരൻ കിട്ടിയ ഈ ഭൂരിപക്ഷം. അത് മനസ്സിലാക്കിയിട്ട് നടപടി സ്വീകരിക്കുന്നതിന് പകരം നിങ്ങൾ MLA പൊതുമധ്യത്തിൽ വിചാരണ ചെയ്യുക, മോശം ചെയ്യുക,
MLA അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളെ പാർട്ടി നേതാക്കന്മാർക്ക് പ്രസംഗിക്കാം, അല്ലെങ്കിൽ പറയാം. നിയമസഭയുണ്ട്, അവിടെ സംസാരിക്കാം. അതല്ലാതെ MLA വഴി നടക്കുമ്പോൾ തടയാനും പിടിക്കാനും വിചാരണ ചെയ്യാനും പോകുന്നത് നിങ്ങൾ പഴയ ഫാസിസ്റ്റ് സ്റ്റൈൽ ഇപ്പോഴും തുടരുകയാണ്. 10 കൊല്ലം ഭരിച്ചതിന്റെ അത് കംപ്ലീറ്റ് ഇറങ്ങിയിട്ടില്ല അതിന്റെ തെളിവാണ് ഇത്. മനസ്സിലായില്ലേ? അതിന്റെ ആ അഹങ്കാരവും ധിക്കാരവും ഇപ്പോഴും അവരെ പിന്തുടരുന്ന തെളിവാണ്. അവർ പാർട്ടി നിയന്ത്രിക്കണം ഇത്തരക്കാരെ. അവർക്ക് ജനങ്ങളിൽ വിശ്വാസം വീണ്ടും വീണ്ടെടുക്കണമെങ്കിൽ ഇത്തരം നടപടികളാണ് അവസാനിപ്പിക്കേണ്ടത്. അതിന് പകരം ഇത്തരം നടപടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിന്റെ പേരിലായാലും തെറ്റായ കാര്യമാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഏതെങ്കിലും ജനപ്രതിനിധിയെ ഭീഷണിപ്പെടുത്തിയിട്ട് തെരുവിൽ തടയാനൊക്കെ മെനക്കെട്ടാൽ CPM-ലെ ജനപ്രതിനിധികൾക്ക് നടക്കാൻ പറ്റുമോ? UDF തീരുമാനിച്ചാൽ അതുപോലെ അതവർ മനസ്സിലാക്കണം. ജനപ്രതിനിധികളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ കയറി പിടിക്കുക, അവരെ തെരുവിൽ ചോദ്യം ചെയ്യുക, ഇതൊന്നും ജനാധിപത്യത്തിന് ഭൂഷണമായ കാര്യമല്ല. ഭൂഷണമായ കാര്യങ്ങൾ ചെയ്യൂ, നിങ്ങൾ എതിർക്കൂ, വിമർശിക്കൂ, അതിനൊന്നും ആർക്കും തെറ്റില്ല. പക്ഷേ ഈ രീതി അവസാനിപ്പിക്കണം. കൈക്കൂലിക്കാരനാണ്, കൈക്കൂലി മേടിച്ചു എന്നാണ് ഇന്നലെ എക്സലാം പറഞ്ഞത്. അത് ജനങ്ങൾ